വൃന്ദാവനേശ്വരി മാതാജി, സ്വയം ജ്യോതി പ്രഭു മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? രണ്ടുപേരുടെ മൈക്ക് ഓൺ ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? സ്വയം ജ്യോതി പ്രഭു, വൃന്ദാവനേശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, വോയിസ് കിട്ടുന്നില്ല. മൈക്ക് ഒന്ന് അടുപ്പിച്ചോ, ക്ലോസിൽ വെക്കാവോ? കേൾക്കാൻ പറ്റുന്നില്ല കീർത്തൻ. जय श्री श्री राधा माधव की। ओम नमो वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायण नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकी। जय ग्रंथराज श्रीमद् भागवतम की। ओम शिवाय कृष्ण। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर। हरे कृष्णा 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 हरे हरे, हरे राम राम राम। ഹരേ കൃഷ്ണ. ഇന്ന് അവതാരികയില് 7ാമത്തെ പേജില് ഒരു പാരഗ്രാഫ് വായിക്കാം.
ചൈതന്യ മഹാപ്രഭുവിന്റെ അസംഖ്യം ഭക്തന്മാർ ശ്രീല വൃന്ദാവനദാസ ഠാക്കൂർ, ശ്രീല ലോചനദാസ ഠാക്കൂർ, ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി, ശ്രീ കവി കർണപുര, ശ്രീ പ്രബോധാനന്ദ സരസ്വതി, ശ്രീ രൂപ ഗോസ്വാമി, ശ്രീ സനാതന ഗോസ്വാമി, ശ്രീ രഘുനാഥ ഭട്ട ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ശ്രീ ഗോപാല ഭട്ട ഗോസ്വാമി, ശ്രീ രഘുനാഥദാസ ഗോസ്വാമി എന്നിവരും കഴിഞ്ഞ 200 വർഷങ്ങൾക്കുള്ളിൽ ശ്രീ വിശ്വനാഥ ചക്രവർത്തി, ശ്രീ ബലദേവ വിദ്യാഭൂഷൺ, ശ്രീ ശ്യാമാനന്ദ സരസ്വതി, ശ്രീ നരോത്തമദാസ് ഠാക്കൂർ, ശ്രീ ഭക്തി വിനോദ ഠാക്കൂർ, ഏറ്റവും ഒടുവിൽ ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, നമ്മുടെ ആത്മീയ ആചാര്യൻ, തുടങ്ങി മറ്റനേകം പ്രഖ്യാതരായ മഹാപണ്ഡിതന്മാരും ഭഗവത് ഭക്തരും ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ചും ഉപദേശ കൽപ്പനകളെക്കുറിച്ചും ബൃഹത്തായ ഗ്രന്ഥങ്ങളും സാഹിത്യങ്ങളും രചിച്ചിട്ടുണ്ട്. വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, രാമായണം, മഹാഭാരതം തുടങ്ങിയ ശാസ്ത്രങ്ങളെ ആധാരമാക്കിയുള്ള അത്തരം സാഹിത്യങ്ങളും മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളും ആധികാരിക സാഹിത്യങ്ങളും പ്രാമാണിക ആചാര്യന്മാരാൽ അംഗീകരിക്കപ്പെട്ടവയാണ്. അവയൊക്കെ അദ്വിതീയവും രചനാ സൗകുമാര്യത്താൽ അതിവിശിഷ്ടവും അവതരണത്തിൽ അപ്രതിമവും അതീന്ദ്രിയ ജ്ഞാനത്താൽ പൂരിതവുമാണ്. നിർഭാഗ്യവശാൽ ലോക ജനത ഇപ്പോഴും അവയെക്കുറിച്ച് അജ്ഞരാണ്. എന്നാൽ ഏറിയ കൂറും സംസ്കൃതത്തിലും ബംഗാളിയിലുമുള്ള ഈ സാഹിത്യങ്ങൾ എപ്പോഴാണോ വിശ്വത്തെ ആകെ പ്രകാശമാനമാക്കുവാൻ പ്രത്യഗമിക്കുന്ന, എപ്പോഴാണോ ചിന്തിക്കുന്ന ജനതയുടെ മുന്നിൽ അവയെ അവതരിപ്പിക്കാനാകുന്നത്, അപ്പോൾ ഗുരു ശിഷ്യ പരമ്പര ശൃംഖലയിലെ ആചാര്യന്മാരാൽ അംഗീകരിക്കപ്പെടാത്ത കാൽപ്പനിക മാർഗങ്ങളിലൂടെ വ്യർത്ഥമായ സന്തോഷവും സമാധാനവും സമൃദ്ധിയും കണ്ടെത്താൻ ശ്രമിക്കുന്ന രോഗഗ്രസ്തമായ ഈ ഭുവനത്തിൽ ഭാരതത്തിന്റെ യശസ്സും പ്രേമ സന്ദേശവും ഉജ്ജ്വല ദീപ്തമാകും. ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചുമുള്ള ഈ ലഘു വിവരണം വായിക്കുന്നവർക്ക് ശ്രീല വൃന്ദാവനദാസ ഠാക്കൂറിന്റെയും ശ്രീ ചൈതന്യ ഭാഗവതം, ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെയും ശ്രീ ചൈതന്യ ചരിതാമൃതം രചനകൾ അഭ്യസിക്കുന്നതിലൂടെ നിശ്ചയമായും അത്യധികം നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ചൈതന്യ ഭാഗവത രചയിതാവ് ഭഗവാന്റെ മഹാപ്രഭുവിന്റെ പൂർവ്വ ജീവിതത്തെക്കുറിച്ച് അത്യന്തം ഹൃദയഹാരിയായി ചിത്രീകരിക്കുന്നു. ഉപദേശങ്ങളാകട്ടെ ചൈതന്യ ചരിതാമൃതത്തിൽ സുവ്യക്തമായും വിശദമായും പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രീ ചൈതന്യ ശിക്ഷാമൃതം എന്ന ഗ്രന്ഥത്തിലൂടെ ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തിന്റെ പൂർവഭാഗ ചരിത്രവും അക്കാലത്തെ പ്രസിദ്ധ വൈദ്യനും മഹാപ്രഭുവിന്റെ സമകാലികനും പ്രമുഖ ശിഷ്യനുമായിരുന്ന ശ്രീല മുരാരി ഗുപ്തയാൽ രേഖപ്പെടുത്തപ്പെട്ടു. അനന്തരം മഹാപ്രഭുവിന്റെ ജീവിതത്തിന്റെ ഉത്തരഭാഗ ചരിത്രം പുരിയിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും കാര്യദർശിയുമായ ശ്രീ ദാമോദര ഗോസ്വാമി അഥവാ ശ്രീല സ്വരൂപ ദാമോദരൻ രേഖപ്പെടുത്തുകയുണ്ടായി. ഈ രണ്ടു ഭക്തന്മാരും ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിത ചരിത്രം രേഖപ്പെടുത്തുകയും അനന്തരം മഹാപ്രഭുവുമായി ബന്ധപ്പെട്ട മുകളിൽ പ്രതിപാദിച്ച എല്ലാ ഗ്രന്ഥങ്ങളും ആധാരമാക്കി ശ്രീല ദാമോദര ഗോസ്വാമിയാലും മുരാരി ഗുപ്തയാലും രചിക്കപ്പെട്ടു. തന്റെ ഇച്ഛാനുസൃതം ചന്ദ്രഗ്രഹണം സംഭവിച്ച 1407 ശകാബ്ദത്തിലെ ഒരു ഫാൽഗുനി പൂർണിമ സായാഹ്നത്തിൽ ഭഗവാൻ അവതരിച്ചു. ഗ്രഹണവേളയിൽ ഗംഗയിലോ മറ്റേതെങ്കിലും പുണ്യ നദികളിലോ സ്നാനം ചെയ്ത് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ആത്മശുദ്ധീകരണം നടത്തുന്ന ആചാരം ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. ചന്ദ്രഗ്രഹണ വേളയിൽ ചൈതന്യ മഹാപ്രഭു ഭൂജാതനായപ്പോൾ ആർഷഭാരതം മുഴുവൻ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന പവിത്ര മന്ത്രോച്ചാരണത്താൽ മുഖരിതമായിരുന്നു. ഈ യുഗത്തിലെ താരക ബ്രഹ്മനാമം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഭഗവാന്റെ ഈ 16 നാമങ്ങളും നിരവധി പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും പ്രസ്താവിച്ചിരിക്കുന്നു. അപരാധമുക്തമായ ഭഗവാന്റെ ഈ പവിത്ര നാമ ജപത്തിലൂടെ പതിതാത്മാവ് ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും
ത്രാണനം ചെയ്യപ്പെടുന്നു. ഭഗവാന് ഭാരതത്തിനകത്തും പുറത്തും അസംഖ്യം നാമങ്ങളുണ്ട്. സമസ്ത നാമങ്ങളും പരമദിവ്യോത്തമ പുരുഷനെ ലക്ഷ്യമാക്കുന്നതാകയാൽ അവയൊക്കെ തന്നെ തുല്യമേന്മയുള്ളവയാകുന്നു. എന്നിരുന്നാലും ഈ 16 നാമങ്ങളും ഈ യുഗത്തിനായി വിശിഷ്യ നിർദ്ദേശിക്കപ്പെട്ടതാകയാൽ ജനങ്ങൾ അവയുടെ ആനുകൂല്യം ഫലപ്രദമായി വിനിയോഗിച്ച് ശാസ്ത്ര നിയമങ്ങൾ പരിശീലിച്ച് വിജയം പ്രാപ്തമാക്കിയ ആചാര്യന്മാരുടെ പാത പിന്തുടരണം. ഭഗവാന്റെ ആവിർഭാവവും ചന്ദ്രഗ്രഹണവും ഏകകാലത്ത് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ സവിശേഷ ദൗത്യത്തെ സൂചിപ്പിക്കുന്നു. കലിയുഗത്തിൽ ഹരിനാമ ജപമാഹാത്മ്യം പ്രചരിപ്പിക്കുക എന്നതാണ് മഹാപ്രഭുവിന്റെ ദൗത്യം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കലഹങ്ങൾ ഉണ്ടാക്കുന്ന ഈ യുഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള സാമാന്യ മാർഗമായി ഭഗവത് നാമജപം ശ്ലാഘിച്ചു സമർപ്പിച്ചിരിക്കുന്നു. എല്ലാവരും ഒത്തുകൂടി അവരവരുടേതായ തനത് ഭാഷയിലും കർണാമൃതങ്ങളായ കീർത്തന ആലാപനങ്ങളിലൂടെയും ഭഗവാനെ പ്രകീർത്തിക്കാം. മാത്രമല്ല അത്തരം സത്സംഗങ്ങൾ അപരാധമുക്തമായി നിർവഹിക്കുന്ന പക്ഷം പങ്കെടുക്കുന്ന ഏവരും മറ്റു കാർക്കശ്യ മാർഗങ്ങൾ അവലംബിക്കാതെ തന്നെ ആത്മീയ പരിപൂർണതയിലേക്ക് നിശ്ചയമായും ക്രമേണ ഉയർത്തപ്പെടും. അപ്രകാരമുള്ള ഒത്തുചേരലിൽ ഏവരും പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇംഗ്ലീഷുകാരും ഭാരതീയരും ചണ്ടാലരും ബ്രാഹ്മണരും അങ്ങനെ സർവരും അതീന്ദ്രിയ ധ്വനി ശ്രവിക്കുന്നതാകയാൽ മനസ്സാകുന്ന കണ്ണാടിയിലെ ഭൗതിക സംസർഗം എന്ന മാലിന്യം വൃത്തിയാക്കപ്പെടുന്നു. ഭഗവാന്റെ ദൗത്യത്തെ അവിതർക്കിതവും ദൃഢതരവുമാക്കുവാൻ മനുഷ്യവർഗ നന്മയ്ക്കായി സർവകാല ലൗകിക മതഹേതുവായി ലോകത്തിലെ സർവമാന ജനങ്ങളും ഭഗവാന്റെ പവിത്ര നാമത്തെ പൊതുവേദികയായി അംഗീകരിക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനത്തോടു കൂടി ദിവ്യനാമവും സമാഗതമായി. മഹാപ്രഭു തന്റെ മടിയിലിരുന്ന് കരഞ്ഞപ്പോൾ ചുറ്റും കൂടി നിന്ന സ്ത്രീകൾ ഖരഘോഷം മുഴക്കിക്കൊണ്ട് ഭഗവാന്റെ ദിവ്യനാമങ്ങളെ ശ്രവണമധുരമായി പ്രകീർത്തിച്ചു. ഉടൻ തന്നെ കുഞ്ഞ് തന്റെ കരച്ചിൽ നിർത്തി. ഈ സവിശേഷ സംഭവം അയൽക്കാർ സംഭ്രമത്തോടും ആദരവുമോടെയാണ് വീക്ഷിച്ചത്. ചിലപ്പോഴൊക്കെ യുവതികൾ മഹാപ്രഭുവിനെ കരയിപ്പിച്ച ശേഷം ദിവ്യനാമ ജപത്താൽ കരച്ചിൽ നിർത്തിച്ച് ആനന്ദിച്ചിരുന്നു. അങ്ങനെ നന്നേ ചെറുപ്രായത്തിൽ തന്നെ ചൈതന്യ മഹാപ്രഭു ഭഗവത് നാമ മഹാത്മ്യം പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. ബാല്യകാലത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു നിമായി എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നു. ഭവനാങ്കണത്തിലെ നിംബ വേപ്പ് വൃക്ഷ ചുവട്ടിൽ ജനിച്ചതാകയാൽ മഹാപ്രഭുവിന്റെ സ്നേഹസമ്പന്നമായ അമ്മ നൽകിയ നാമമാണ് നിമായി. നിമായിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ അന്നപ്രാശ ചടങ്ങ് ചോറൂണ് നടത്തിയ വേളയിൽ നിമായി തന്റെ ഭാവി കർമ്മങ്ങളുടെ സൂചന നൽകി. കുഞ്ഞിന്റെ ഭാവി താല്പര്യങ്ങളെ കുറിച്ചുള്ള സൂചന ലഭിക്കാനായി നാണയങ്ങളും ഗ്രന്ഥങ്ങളും നൽകുന്ന ആചാരം അക്കാലത്ത് നിലനിന്നിരുന്നു. മഹാപ്രഭുവിന്റെ ഒരു വശത്ത് നാണയങ്ങളും മറുവശത്ത് ശ്രീമദ് ഭാഗവതവും വെച്ചിരുന്നു. നിമായി ആകട്ടെ ഭാഗവതമാണ് തിരഞ്ഞെടുത്തത്. ഒരിക്കൽ മുറ്റത്ത് മുട്ടിലെഴിഞ്ഞു കൊണ്ടിരുന്ന സമയം ഒരു സർപ്പം നിമായിയുടെ മുന്നിൽ പ്രത്യക്ഷമാവുകയും നിമായി ആ സർപ്പത്തോടൊപ്പം കളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് കണ്ട് ഗൃഹത്തിലെ സർവരും സംഭ്രമിക്കുകയും ഭയചകിതരാകുകയും ചെയ്തു. എന്നാൽ കുറെ നേരം ശിശുവായി വിനോദത്തിൽ ഏർപ്പെട്ട ശേഷം സർപ്പം ഇഴഞ്ഞു പോവുകയും കുഞ്ഞിനെ അമ്മ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഒരിക്കൽ ഒരു മോഷ്ടാവ് നിമായിയുടെ ആഭരണങ്ങൾ അപഹരിക്കുക എന്ന ദുരുദ്ദേശത്തോടെ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. എന്നാൽ ശിശുവിൽ നിന്നും ആഭരണങ്ങൾ അപഹരിക്കാൻ വിജന സ്ഥലം അന്വേഷിച്ച് സംഭ്രാന്തനായി അലഞ്ഞു നടന്ന മോഷ്ടാവ് കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ ജഗന്നാഥ മിശ്രയുടെ തന്നെ ഭവനത്തിനടുത്തെത്തിച്ചേർന്നു. പിടിക്കപ്പെടുമെന്ന ഭയം നിമിത്തം ഉടൻ തന്നെ നിമായിയെ അവിടെ ഉപേക്ഷിച്ച് അയാൾ കടന്നു കളഞ്ഞു. അങ്ങനെ നിമായി തന്നെ അപഹരിക്കാൻ തുനിഞ്ഞ ആ മോഷ്ടാവിന്റെ തോളിലിരുന്ന് ഒരു വിനോദയാത്ര നടത്തി മടങ്ങിയെത്തി. നൈസ് എക്സ്കർഷൻ. വിനോദയാത്ര നടത്തി മടങ്ങിയെത്തി.
നഷ്ടപ്പെട്ട ശിശുവിനെ തിരിച്ചു കിട്ടിയ മാതാപിതാക്കളും ബന്ധുക്കളും അത്യധികം സന്തോഷിച്ചു. ഒരിക്കൽ തീർത്ഥാടകനായ ഒരു ബ്രാഹ്മണൻ ജഗന്നാഥ മിശ്രയുടെ അതിഥിയായി അവിടെ ആഗതനായി. അദ്ദേഹം ഭഗവാന് ഭക്ഷണം നിവേദിക്കുന്ന സമയത്ത് നിമായി അവിടെ എത്തി. ആ ഭക്ഷണം കഴിച്ചു. നിവേദിക്കുന്നതിന് മുമ്പ് കുഞ്ഞ് ഭക്ഷിച്ചതിനാൽ ആ ബ്രാഹ്മണൻ വീണ്ടും ഭക്ഷണം തയ്യാറാക്കി. എന്നാൽ വീണ്ടും നിവേദ്യം സമർപ്പിക്കുന്നതിന് മുമ്പായി കുഞ്ഞ് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഭക്ഷണം കൈക്കലാക്കി. പല ആവർത്തി ഇത് തന്നെ സംഭവിച്ചപ്പോൾ നിമായിയെ ഉറക്കിക്കിടത്തി മുറിയിൽ പൂട്ടിയിട്ടു. പാതിരാത്രി ആയപ്പോൾ ഭവനത്തിലെ മുഴുവൻ അംഗങ്ങളും നിദ്രയിൽ ആണ്ട സമയത്ത് ബ്രാഹ്മണൻ പ്രത്യേകമായി തയ്യാറാക്കിയ ഭക്ഷണം ഭഗവത് മൂർത്തിക്ക് സമർപ്പിച്ചു. എന്നാൽ നിമായി തീർത്ഥാടകന്റെ മുന്നിൽ ആവിർഭവിക്കുകയും മുമ്പത്തെ അതേ രീതിയിൽ ബ്രാഹ്മണന്റെ നിവേദ്യ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. അത്യധികം ആകുല ചിത്തനായ ബ്രാഹ്മണൻ വിലപിക്കുവാൻ തുടങ്ങി. എന്നാൽ സകലരും ഗാഠനിദ്രയിലായതിനാൽ ആരും ബ്രാഹ്മണ വിലാപം ശ്രവിച്ചില്ല. ആ സമയം നിമായി ഭഗവത് രൂപത്തിൽ ആ ബ്രാഹ്മണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും താൻ സ്വയം കൃഷ്ണനാണെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവം മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ നിന്നും ബ്രാഹ്മണനെ വിലക്കിയതിനു ശേഷം നിമായി തന്റെ മാതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. ജയ ഗണധരാജ് ശ്രീമദ് ഭാഗവതം കി. ഹരേ കൃഷ്ണ. നമ്മള് മഹാരാജിന്റെയും കൃഷ്ണന്റെയും കൃപയാൽ എത്രയോ ദിവസങ്ങളായിട്ട് ഭാഗവതം, എത്ര ദിവസം ആയില്ലല്ലേ, 2-3-4 ദിവസമായി, 4 ദിവസമായിട്ട് നിത്യം. നെക്സ്റ്റ് ടൈം മൈക്ക് വയ്ക്കണേ പ്രഭു. 4-5 ദിവസമായിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി ഭാഗവതം പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്താണ്? നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ഇത്രയും പേര് കൂടിയിരുന്ന് വായിക്കുന്നു. ഇപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ഇത് കേട്ടപ്പം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ മാതാജി എല്ലാം 3-ലാക്കിയാണ്. എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നമുക്ക് സന്തോഷം അനുഭവപ്പെട്ടു. എക്സ്പ്ലെയിൻ ചെയ്തില്ല ഇതിനെക്കുറിച്ച്. ചൈതന്യ മഹാപ്രഭു എന്താണെന്നോ അദ്ദേഹം ഏത് സമയത്ത് വന്നെന്നോ എങ്ങനെ വന്നെന്നോ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിനേ ചെയ്തില്ല. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നിട്ട് പോലും ആ എക്സ്കർഷൻ പോയിട്ട് വന്നപ്പോ അത് കേട്ടപ്പോ തന്നെ നമുക്ക് സന്തോഷം തോന്നി. ചൈതന്യ മഹാപ്രഭു ഒരു എക്സ്കർഷൻ പോയി, ഒരു കള്ളന്റെ കൂടെ പോയി എക്സ്കർഷന് പോയിട്ട് തിരിച്ചു വന്നു. ജഗന്നാഥ് പോകും ഇങ്ങനെ ഒരു കള്ളന്റെ കൂടെ എക്സ്കർഷൻ പോകും. രാമായണത്തിൽ പറയും, പറയാമെന്ന് അറിയില്ല എന്നാലും പറയാം. രാമായണത്തിൽ പറയും കലിയുഗത്തില് കള്ളന്മാരെല്ലാം ഭക്തന്മാരാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാരണം രാവണൻ ഏത് രൂപത്തിൽ വന്ന് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട്? കള്ളന്റെ രൂപത്തിൽ ഒരു കാവ്യൊക്കെ ഇട്ട് നല്ല രീതിയിൽ വന്നു. നമുക്കും ഉണ്ട് ഇതെല്ലാം. പക്ഷേ എന്നാലും നമ്മൾ ആസ്വദിക്കണുണ്ട്. എങ്ങനെ ആസ്വദിക്കണുണ്ട്? നിത്യം ഭാഗവത സേവയിൽ നമ്മൾ ആസ്വദിക്കണുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ഫ്ലറിഷ് മൂഡ് നമുക്ക് ഫീൽ ചെയ്യണുണ്ട്. മറ്റേത് ഇതിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാവിലെ 8 മണിക്ക് 4:30 മംഗളാരതിക്ക് വരണോ, ഇല്ലെങ്കിൽ ചാൻഡ് ചെയ്യണോ, ഇല്ലെങ്കിൽ 8 മണിക്കുള്ള ഭാഗവതത്തിന് വരണോ, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. ഒരു ഡ്യുവൽ മൈൻഡ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മഹാഭാരത യുദ്ധം നടക്കാൻ തന്നെ കാരണം ഡ്യുവാലിറ്റിയാണ്. ഡ്യുവാലിറ്റി അതാ നമ്മുടെ ഉത്തര പ്രയറിൽ പറയൂലേ, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാണ്യം ത്വത് അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. പരസ്പരം മീൻസ് ഡ്യുവാലിറ്റി. ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവര് കാരണമാണ്, പഞ്ചപാണ്ഡവര് കാരണമാണ്, കൗരവര് കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡ്യുവാലിറ്റി എന്ന് വെച്ചാൽ സുഖം, ദുഃഖം, ശോകം, മോഹം, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട്. ഇത് വച്ചിട്ടാണ് ഈ മഹാഭാരത യുദ്ധം തന്നെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ഉത്തര ഈ പ്രെയർ ചെയ്തിട്ടാണ് കൃഷ്ണന്റെ അടുത്ത് പോണത്. പക്ഷേ എല്ലാ ദിവസവും ഭാഗവതത്തിലാണ് നമ്മൾ ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടും. എത്ര ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് അറിയാമോ? 26 ബെനിഫിറ്റ്സ് കിട്ടും. 26 കിട്ടും. അതിൽ നമുക്ക് 1-2 എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം എല്ലാവരും നമ്മൾ ഇപ്പൊ സന്തോഷിച്ചാണ് ഇരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാല് ഭാഗവതത്തില് ശ്രീമദ് ഭാഗവതം 12:50 ആ ശ്ലോകത്തില് ഇത് പറയും. ആ ശ്ലോകം എടുക്കാമോ മാതാജി? 12:50 ജസ്റ്റ് പ്ലീസ്. തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം തദേവ ശോകാ
നവശോഷണം നൃണാം യദൂത്തമശ്ലോക യശോ അനുഗീയതേ തദേവ രമ്യം രുചിരം നവം നവം എവർ ഫ്രഷ്. എത്രയോ പ്രാവശ്യം നമ്മൾ ഭാഗവതം കൃഷ്ണന്റെ കഥകളും എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടെ കൂടെ കേൾക്കാൻ നേരത്ത് വീണ്ടും അത് എവർ ഫ്രഷ് ആണ്. നമ്മളെ തന്നെ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 2 ദിവസത്തിനകത്ത് അത് സ്റ്റോപ്പ് ചെയ്യും. കേട്ടോണ്ടിരിക്കുന്ന ആള് പറയാണ് മതി നിർത്തിയിട്ട് പോകുമെന്ന് പറയുന്നത്, വേറെ കഥ കേൾക്കാനുണ്ടെന്ന് പറയും. പക്ഷേ തദേവ രമ്യം രുചിരം, നമുക്ക് ടേസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. രുചിരം നവം നവം എവർ ഫ്രഷ്. എന്താണ് പുതുമയുണ്ട്, എപ്പോഴും പുതുമയുണ്ടാവും. ഇപ്പൊ എത്രയോ ജന്മാഷ്ടമി സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തരും അവരവരുടെ റിയലൈസേഷൻ വെച്ച് പറയാൻ നേരത്ത് ഓരോ റിയലൈസേഷൻ വരും. എന്തുകൊണ്ടാണ് ആ റിയലൈസേഷൻ വരണമെന്ന് അറിയാമോ? ഭാഗവതം ഡീപ്ലി പഠിച്ചു പോകാൻ നേരത്ത് ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു മെന്റാലിറ്റി അതിന്റെ പഠിതാവിന് വരും. അങ്ങനെയാണ് റിയലൈസേഷൻ വരുന്നത്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അവര് റിയലൈസേഷൻ എന്താണ് ആ ഒറിജിനൽ ഫോമിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത് പറയണത്. അതായത് ഭഗവാൻ എന്താണോ ആഗ്രഹിക്കണത് അതാണ് നമ്മൾ. പക്ഷേ ഇത്രയും നമ്മൾ ഭാഗവതത്തിൽ ഇല്ലാത്തതുകൊണ്ട്, ഈ ഒരു കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഭാഗവതത്തിൽ വന്നപ്പോൾ എല്ലാം മാറി, ടോട്ടലി നമുക്ക് ചേഞ്ച് ആയി. നമുക്ക് ഇപ്പൊ ചിരിക്കാൻ പറ്റുന്നുണ്ട്. മഹാരാജ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡിവോട്ടി മീൻസ് സ്മൈൽ. ഡിവോട്ടി ആയി കഴിഞ്ഞാൽ നമ്മൾ സ്മൈൽ ചെയ്യണം, നമ്മൾ ചിരിക്കാൻ പഠിക്കണം. നമ്മൾ വെറുതെ വന്നിരുന്ന് സീരിയസ് ആയിട്ട് ഭാഗവതം പഠിക്കും എന്നും പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ചിരിക്കുക തന്നെ വേണം. അത് കാലശേഖര പ്രഭു ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഭാഗവതം റിലീസ് ചെയ്യാം. അതാ പിപത ഭാഗവതം രസമാലയം. പിപത മീൻസ് വി ഹാവ് ടു റിലീസ്. നമ്മൾ തന്നെ റിലീസ് ചെയ്യണം. നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് അതിന് ഒരു ഓൺ എൻഡവർ കൊടുത്ത് എടുത്തു വരാൻ നേരത്ത് നമുക്ക് ഏത് രീതിയിലുള്ള റിയലൈസേഷൻ ആണോ നമ്മുടെ കപ്പാസിറ്റിക്ക് വരാൻ പോണത്, ആ ഒരു റിയലൈസേഷൻ കൃഷ്ണൻ നമുക്ക് തരും. ഇപ്പൊ രസികനന്ദയ്ക്ക് വരണത് ശുഭാംഗിക്ക് വരും, രണ്ടുപേർക്കും. അതാ തദേവ രമ്യം രുചിരം നവന്തമം. നിങ്ങൾ പറയുമ്പോഴും രുചി ഉണ്ടാവും, ശുഭാംഗി പറയുമ്പോഴും രുചി ഉണ്ടാവും, കഥാമൃത പ്രഭു പറയുമ്പോഴും രുചി ഉണ്ടാവും, മാതാജി പറയുമ്പോഴും രുചി ഉണ്ടാവും. എന്തുകൊണ്ട്? തദേവ രമ്യം രുചിരം നവം. അടുത്തത് തദേവ ശശ്വൻ മനസ്സോ മഹോത്സവം. നമ്മള് ഭയങ്കര പ്രശ്നത്തിലിരിക്കണം എന്ന് വെച്ചു, ഭയങ്കരമായിട്ട് പ്രശ്നത്തിലിരിക്കണം. പ്രഭുവിന്റെ അടുത്ത് മാതാജി പറയാണ്, വാ നമുക്കൊരു ഉത്സവം കണ്ടിട്ട് വരാന്ന് പറയാം. ഈ ഉത്സവം നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഉത്സവ കമ്മിറ്റിക്കാരെ നമ്മളെ വിളിച്ചില്ല, നമ്മളെ നോട്ടീസ് തന്ന ഇന്റിമേഷൻ തന്ന വിളിച്ചില്ല, ഡേ വന്ന് കണ്ടിട്ട് പോകുന്നു പറഞ്ഞിട്ട് പറഞ്ഞതേ ഇല്ല. പക്ഷെ നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ ആ ഉത്സവത്തിന്റെ ഇടയിലോട്ട് ചെന്ന് കയറിയെന്ന് വെച്ചു, നമ്മൾ വേറെ ലോകത്തായി. വേറെ ലോകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കാഴ്ചകളും ഇതെല്ലാം കണ്ടു നിൽക്കാൻ നേരത്ത് നമ്മളെ മനസ്സില് ഇതെല്ലാം പോയിട്ട് മനസ്സോ മഹോത്സവമായിട്ട് മാറും. ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന ദിവസം എല്ലാ ദിവസവും മഹോത്സവം. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ശീവേലി അവിടെ ഉണ്ടാവും. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പരിപാടി അവിടെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കാഴ്ച ശീവേലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉത്സവമാണ്. അതാ മനസ്സോ മഹോത്സവം. നമ്മുടെ മനസ്സിനെ ഫ്ലഷ് ചെയ്തുകൊണ്ടേയിരിക്കും. തദേവ ശോകാർ നവശോഷണം നൃണാം. തദേവ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ശോക മോഹ ഭയാപഹ, ശോക മോഹ ഭയ ഇതെല്ലാം മാറിപ്പോകും. നമ്മളത് അറിയില്ല. ഇപ്പൊ ക്ലോക്കിൽ നമ്മൾ ടൈം നോക്കൂല. ഇത് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ നോക്കണത്, എപ്പോഴും നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റുമെന്ന് നോക്കണത്. പക്ഷെ ഇപ്പൊ ഇരിക്കണത് കൊണ്ട് ശോക നവശോഷണം നൃണാം. നമ്മളിത് റിലീസ് ചെയ്യണം. ഒരു ഫ്രൂട്ടിനെ നമ്മൾ രണ്ട് മൂന്ന് രീതിയിൽ ഇത് ആസ്വദിക്കാൻ പറ്റും. ഒന്ന്, ഫ്രൂട്ട് പഴുത്താന്ന് നോക്കാൻ പറ്റും. അല്ലെ ആ ഫ്രൂട്ട് ഉണ്ടാവാനുള്ള കാരണം ചിലവർ മറ്റേ ബയോളജിക്കലായിട്ട് അത് നോക്കും. യഥാർത്ഥ ആസ്വാദകർ എന്ത് ചെയ്യും? കഴിച്ചു നോക്കും. അതാ പിബത ഭാഗവതം രസമാല. ആ രസം എപ്പോഴാണ് കിട്ടണത്? അതിനെ കഴിച്ചു നോക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. തദേവ ശോകാർ നവശോഷണം നൃണാം മീൻസ് മനുഷ്യരുടെ എല്ലാം പോവും. യദുത്തമ ശ്ലോക യശോ അനുഗീയത. രണ്ട് വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ഉത്തമ ശ്ലോക മീൻസ് കൃഷ്ണ. ഉത്തമ ശ്ലോകങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന ആളാണ് കൃഷ്ണ. അതുകൊണ്ടാണ് ഭഗവാന്റെ വേറൊരു പേര് ഉത്തമ ശ്ലോക. അനുഗീയത. അനുഗീയത എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്നുള്ള പരിപാടിയല്ല. അനുഗീയത നമ്മൾ ഒരുമിച്ച് കോൺഗ്രിഗേഷണൽ ചാൻഡിങ്. മഹാരാജ് സിംഗപ്പൂർ ആയിരുന്ന സമയത്ത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ രീതിയിൽ 108 മാല ചാൻഡിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വെച്ചു. എല്ലാവരും ചാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചാൻഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കാലചക്ര പ്രഭു ഒരു ദിവസം മഹാരാജിനെ ആ ടൈമിൽ വിളിച്ചു.
മഹാരാജ് പറഞ്ഞു കാലചക്ര ചാൻഡിങ്ങിൽ ഇരിക്കുകയാണ്, പിന്നീട് വിളിക്കാന്ന് പറഞ്ഞു. കാലചക്ര 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. കാര്യം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പോ വീണ്ടും ചാൻഡിങ്ങിലാണെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു സംഭവം മഹാരാജ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുപോയി. അതായത് ഭാഗവതം എല്ലാവരുടെയും ഉള്ളിൽ പോവും, ഹൃദയത്തിൽ പോവും. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുത്ത ഭാഗവതം പരീക്ഷിത് മഹാരാജിന്റെ ഹൃദയത്തിൽ മാത്രമല്ല പോയത്. ശുകദേവ ഗോസ്വാമി പ്യുവർ ആയതുകൊണ്ട് ശുകദേവ ഗോസ്വാമി പറഞ്ഞ എല്ലാ വാക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ 88,000 ഋഷീസിന്റെ ഹൃദയത്തിൽ ഒരുപോലെ പോയി. അതാ സൂത ഗോസ്വാമിക്കും അത് പറയാൻ പറ്റിയത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ റാപ്റ്റ് അറ്റൻഷനോട് കൂടിയിരുന്നാൽ നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങനെ നോക്കിയിരുന്നാൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ മുഖത്തും നമ്മുടെ ആക്ടിവിറ്റീസിനെല്ലാം ഒരു സന്തോഷമുണ്ട്. എന്തുകൊണ്ട്? സെൻട്രൽ പോയിന്റ് കൃഷ്ണ, ഭാഗവതം. മഹാരാജ് വ്യക്തമായിട്ട് പറയും, വി ടച്ച് ഭാഗവതം, വി ടച്ച് കൃഷ്ണ ഡയറക്ട്ലി. നമ്മൾ ഭാഗവതത്തിനെ തൊട്ട് കഴിഞ്ഞാൽ കൃഷ്ണനെ ഡയറക്റ്റ് തൊടയാണ്. ഇപ്പോ നമുക്ക് എല്ലാവർക്കും ശ്രീമദ് ഭാഗവതം 7:13-42 തോന്നുന്നത്. ഡിഫറെന്റ് പേഴ്സൺ, ഡിഫറെന്റ് മെന്റാലിറ്റി. എനിക്കൊരു മെന്റാലിറ്റി, മാനസിക ഒരു മെന്റാലിറ്റി, പ്രഭുവിനൊരു മെന്റാലിറ്റി, എല്ലാവർക്കും എല്ലാവർക്കും ഓരോ മെന്റാലിറ്റി. പഞ്ചപാണ്ഡവരെ നോക്കിക്കഴിഞ്ഞാലും പഞ്ചപാണ്ഡവർക്കും 5 പേർക്കും 5 ഡിഫറെന്റ് ഇതാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നു? സെൻട്രൽ പോയിന്റ് കൃഷ്ണ ആയതുകൊണ്ട്. ഇപ്പൊ നമുക്ക് വന്നിട്ട് സെൻട്രൽ പോയിന്റ് കൃഷ്ണനെ കൊണ്ട് നിർത്താൻ പറ്റില്ല. പകരം വന്നിട്ട് എന്തുണ്ട്? ഭാഗവതത്തിന്റെ രൂപത്തിൽ കൃഷ്ണനുണ്ട്. അത് പത്മപുരാണത്തിലെ ഒരു ശ്ലോകത്തിൽ പറയും, നമ്മൾ ചാൻഡ് ചെയ്യാത്ത നല്ല രസമാണത്. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഹിതാവതാരം. തമാലവർണം സുഹിതാവതാരം. അല്ലല്ല, അത് വേണം, ആ വേർഡ് വേണം. തമാലവർണം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. നമാമി ദേവം കരുണാനിധാനം. ഞാൻ ഞാൻ എന്റെ ഹമ്പിൾ ഒബേസൻസസ് വന്നിട്ട് ഭാഗവതത്തിന് കൊടുക്കുന്നു. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഖിതാവതാരം. കൃഷ്ണൻ ഏത് നിറാണോ അതേ ബ്ലൂയിഷ് കളറാണ് നമ്മുടെ ഭാഗവതത്തിൽ. തമാലവർണം സുഹിതാവതാരം. ഹിതാവതാരമല്ല, സുഹിതം. എല്ലാവർക്കും എല്ലാവരുടെ സ്പിരിച്വാലിറ്റിയെ ആഗ്രഹിച്ചാണ് ഭാഗവതം. ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും സ്പിരിച്വാലിറ്റി ആഗ്രഹിച്ച ഭാഗവതം. സുഹിതാവതാരം അപാര സംസാര സമുദ്ര സേതു. ഈ സമുദ്രമായിട്ടുള്ള ഇത് മറികടക്കാനായിട്ട് എന്നിട്ടുണ്ട് ഒരു ബ്രിഡ്ജ് ഇട്ടുണ്ട്. അതാ ഭജാമഹേ ഭാഗവത സ്വരൂപം. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി. 26 പോയിന്റിൽ ഒന്നും പോയിട്ടില്ല. നാളെ ടൈം ഒന്നേ സ്റ്റാർട്ട് ചെയ്തില്ല. സോ നാളെ സ്റ്റാർട്ട് ചെയ്യും. 26 പോയിന്റ്. അതിൽ വന്നിട്ട് ഒന്നാമത്തെ പോയിന്റ് വേണമെങ്കിൽ പറയാം, കീപ്സ് ദ കോൺഷ്യസ് പ്യുവർ. നമ്മുടെ കോൺഷ്യസ്നെസ് വന്നിട്ട് നമുക്ക് പ്യുവർ ആക്കി വെക്കാനായിട്ട് പറ്റും. ഭാഗവതം വന്നാലുള്ള അവസ്ഥയാണ്. ഭാഗവതം ഇല്ല എങ്കിൽ നമ്മൾ ചുമ്മാ അനാവശ്യമായിട്ടുള്ള സംസാരത്തിലായിരിക്കും. കീപ് ദ കോൺഷ്യസ്നെസ് പ്യുവർ. നമ്മൾ വെറുതെ ഒരിടത്തിരുന്ന് ഇതൊന്നും ഇല്ലാതെ നമ്മൾ സ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മൾ എന്താവില്ല, പ്യുവർ ആവില്ല. പ്യുവർ ആവണമെങ്കിൽ ഭാഗവതത്തിലേക്ക് പോകണം. സോ മഹാരാജന്റെയും കൃഷ്ണന്റെയും ജഗന്നാഥ സ്വാമിയുടെയൊക്കെ വൈഷ്ണവരുടെയും കൃപയാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിന് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. പ്രഭുപാദ് വന്നിട്ട് ഒരു വളരെ വലിയൊരു ചെറിയൊരു സെന്റൻസ് ആണ്, പക്ഷെ അതിനൊരു വലിയ അർത്ഥമുണ്ട്. എന്താണെന്ന് അറിയാമോ? വാട്ട് എവർ വി സ്റ്റാർട്ട് വി ഷുഡ് നെവർ സ്റ്റോപ്പ്. എന്താണ്? വാട്ട് എവർ വി സ്റ്റാർട്ട് വി ഷുഡ് നെവർ സ്റ്റോപ്പ്. ജയ ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി, ജയ് ഗൗര ഹരി പ്രേം. Any questions and comments, Prabhus and Maharajas? എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ? സ്റ്റോപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുബ്രഹ്മണ്യ കി.
Hare Krishna, Prabhu Sanmajis. Hare Krishna.